പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസിലെ 3ാമത്തെ യൂണിറ്റിലെ റീക്യാപ്പും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. അൽ റിവായത്തു ഖിസ്സത്തുൻ ഖയാലിയത്തുൻ തവീല. നോവൽ എന്നാൽ ഒരു ദീർഘമായ ഒരു സാങ്കല്പിക കഥയാണ്. തവറത്തിൽ റിവായത്തുൽ അറബിയത്തു അൻ ത്വരീഖ ഇത്തിസാൽ അറബി ബിൽ അറബ്. പാശ്ചാത്യ ലോകവുമായുള്ള അറബികളുടെ സമ്പർക്കത്തിലൂടെയാണ് അറബിക് നോവൽ വികസിച്ചത്. റിവായത്തുൽ ഖയാലിയത്തു റിവായത്തു താരീഖിയ. സാങ്കല്പിക നോവലും ചരിത്ര നോവലും. ഫെനലിയൂൺ മുഗാമറാത്തു തീലിമാക്ക് അവലു റിവായത്തിൻ ഖരീബത്തുൻ നഖലഹ ഇൽ അറബിയത്തി ദിഫാഅത്ത് തഹ്താവി. ഫെനലോൺ ടെലിമാക്കസിൻ്റെ സാഹസങ്ങൾ. റിഫാഅത്ത് തഹ്താവി അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ പാശ്ചാത്യ നോവൽ. അൽ ഹിയാമു ഫിൽ ജിനാനി അഷാം ലിസലീമിൽ ബുസ്താനി. അന്നുവാത്തുൽ ഊലാ ലിനശഅത്തി റിവായത്തുൽ അറബിയ. സലീം അൽ ബുസ്താനിയുടെ അൽ ഹിയാം ഫി ജിനാൻ അൽ ഷാം അറബിക് നോവലിൻ്റെ ഉത്ഭവത്തിലെ ആദ്യ വിത്ത്. റിവായത്തു സൈനബ് ലി മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ അവ്വലു റിവായത്തിൻ ഫനിയത്തിൻ ഫിൽ അറബിയ. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ സൈനബ് അറബിയിലെ ആദ്യത്തെ കലാപരമായ നോവൽ. ആർട്ടിസ്റ്റിക് നോവലാണ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ സൈനബ്. അടുത്തത് അബ്റസുൽ റുവായിയീന ഫി ഫിത്രത്തി മാ ബഅദൽ ഹർബിൽ ആലമിയത്തിൽ ഊല. താഹ ഹുസൈൻ, തൗഫീഖുൽ ഹക്കീം, ഈസ അബീദ് അൽ മാസിനി വ മഹ്മൂദ് തൈമൂർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള പ്രധാന നോവലിസ്റ്റുകൾ: താഹ ഹുസൈൻ, തൗഫീഖുൽ ഹക്കീം, ഈസ അബീദ് അൽ മാസിനി വ മഹ്മൂദ് തൈമൂർ. അബ്റസ് റുവായിയീന ഫി ഫിത്രത്തിൽ അർബഈനിയാത്തി വൽ ഖംസീനിയാത്തി. അബ്ദുൽ ഹമീദ്, ജൗദത്തു സഹാർ വ യൂസുഫ് സബാഇ വ ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് വ നജീബ് മഹ്ഫൂദ്. ഒന്നാലോ 40കളിലെയും 50കളിലെയും പ്രമുഖ നോവലിസ്റ്റുകൾ: അബ്ദുൽ ഹമീദിൽ, ജൗദത്തു സഹാർ, യൂസുഫ് സബാഇ, ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്, നജീബ് മഹ്ഫൂദ്. ജീലുൽ ഹദാസിയീന ഫി റിവായത്തുൽ അറബ്. അറബ് നോവലിലെ ആധുനിക തലമുറ: സനഅല്ലാഹു ഇബ്രാഹിം, ഹന്ന മീന, ജമാലുൽ ഖൈതാനി, അത്വയ്യിബ് സാലിഹ്, അബ്ദുർ റഹ്മാൻ മുനീഫ്. അടുത്തത് ഇത്തിജാഹുർ റൊമാൻസിയത്തുൽ ഗരീബത്തി ഫി റിവായത്തുൽ അറബിയ. അറബിക് നോവലിലെ വെസ്റ്റേൺ റൊമാനിസം രീതി. അൽ മൻഫലൂത്തി, ഹൈക്കൽ, ജബ്രാൻ. അടുത്ത ഇത്തിജാഹു തർജമത്തി ദാത്തിയ. ആത്മകഥാപരമായ രീതി, ഓട്ടോബയോഗ്രാഫിക്കൽ. ആരൊക്കെയാണ്? താഹ ഹുസൈൻ, അൽ മാസിനി, തൗഫീഖുൽ ഹക്കീം. അടുത്തത് ഇത്തിജാഹുൽ വാഖഇയ്യ, മനോവൈജ്ഞാനിക രീതി. ഇത്തിജാഹുൽ വാഖഇയ്യ, റിയലിസം നടത്തിയതായിരിക്കണം. താഹ ഹുസൈൻ, മഹ്മൂദ് തൈമൂർ, തൗഫീഖുൽ ഹക്കീം, അബ്ദുർ റഹ്മാൻ അശ്ശർഖാവി, നജീബ് മഹ്ഫൂദ്. അടുത്ത ഇത്തിജാഹുൻ നഫ്സി അത്തിയാരിൽ വഈ. ഇതാണ് മനോവൈജ്ഞാനിക രീതി, ബോധധാര. അത്തിയാരിൽ വഈ, ബോധധാര, അതായത് സൈക്കോളജിക്കൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. അത് ആരാണ്? ഈസ അബീദ്, താഹിർ ലാഷീൻ, അൽ ഇഖാദ് അൽ മാസിനി. ഇത്തിജാഹുർ റംസി, പ്രതീകാത്മക രീതി, സിംബോളിസം. നജീബ് മഹ്ഫൂദ്, യഹ്യ ഹഖി.
അടുത്തത് അൽത്തിജാഹുൽ ഇജ്തിമാഇ, സാമൂഹ്യ രീതി. മീഖായിൽ നഈമ, നജീം മഹ്ഫൂദ്. കടം, മുൽഹം കടം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മാഹിയ റിവായ, നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ: ഹിയ ഖിസ്സത്തുൻ ഖയാലിയത്തുൻ നസ്രിയത്തുൻ തവീലത്തുൻ വമിൻ അശ്ഹരി അൻവാഇൽ അദബി അൻ-നസ്രി വതുഖദ്ദമു റിവായത്തുൽ ഖിസ്സസൻ ശായിഖത്തൻ തുസാഇദുൽ ഖാരിഉ ഫീ മുഅളമിഹ. ഇത് ദീർഘമായ വചന രൂപത്തിലുള്ള സാങ്കല്പിക കഥയാണ്. ഗദ്യസാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ വിഭാഗങ്ങളിൽ ഒന്നാണിത്. വായനക്കാരനെ സഹായിക്കുന്ന ആകർഷമായ കഥകൾ ഇത് അവതരിപ്പിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ ചോദ്യം: മാഹിയ അവ്വലു റിവായത്തിൻ അറബിയത്തിൻ, അറബിയിലെ ഒന്നാമത്തെ റിവായത്ത് ഏതാണ്? അറബിയിലെ ഒന്നാമത്തെ അറബിക് നോവൽ ഏതാണ്? ആൻസർ: സൈനബ്. മൂന്നാമത്തെ ചോദ്യം: മനില്ലദീ നഖല റിവായത്തു ഫൈനീലൂൻ ഇലൽ അറബിയ, ഫെനലോൺ നോവൽ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആൻസർ: റിഫാഅത്തു തഹ്താവി. നാലാമത്തെ ചോദ്യം: മൻ കതബ മൗസിമൽ ഹിജ്റത്തി ഇല ഷിമാൽ, വടക്കോട്ടുള്ള ഹിജ്റയുടെ കാലം എഴുതിയത് ആരാണ്? ആൻസർ: ത്വയ്യിബ് സാലിഹ് സൗദാനി. അഞ്ചാമത്തെ ചോദ്യം: മൻ ഹസന ജായിസത്ത നോബിൽ ലിവാത്തിൽ അറബിയ, അറബി നോവലിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ: നജീം മഹ്ഫൂദ്. ആറാമത്തെ ചോദ്യം: ഉക്തുബ് മിസാലിൽ റിവായത്ത് റംസിയ, പ്രതീകാത്മക നോവലിന് സിംബോളിക് നോവലിന് ഒരു ഉദാഹരണം എഴുതുക. ആൻസർ: അൽ-ലിസ്സു വൽ കിലാബ്, അശ്ശിഹാൻ, ഔലാദു ഹാരിസത്തിന. അടുത്ത ചോദ്യം: ഉക്തുബ് മിസാൽ റിവായത്ത് ഏഴാമത്തെ ചോദ്യം: ഉദ്കറ അലമൈനി മിനൽ ഹുദ്ദാസീൻ, ആധുനിക പ്രസ്ഥാനത്തിലെ രണ്ട് എഴുത്തുകാരെ പരാമർശിക്കുക. ആൻസർ: സനഅല്ലാഹു ഇബ്രാഹിം, ജമാലുൽ ഖൈത്താനി. എട്ടാമത്തെ ചോദ്യം: ഇല അയ്യ ബലദിൻ യന്തമിൽ കാത്തിബു ജബ്ര ഇബ്രാഹിം ജബ്ര, ഇബ്രാഹിം എഴുത്തുകാരനായ ജിബ്ര ഇബ്രാഹിം ജിബ്ര ഏത് രാജ്യക്കാരനാണ്? ആൻസർ: ഫലസ്തീൻ. ഒമ്പതാമത്തെ ചോദ്യം: മനില്ലദി അല്ലഫ ഔദത്ത് റൂഹ് രചിച്ചത് ആരാണ്? ആൻസർ: തൗഫീഖുൽ ഹക്കീം. പത്താമത്തെ ചോദ്യം: ഉദ്കർ റിവായത്തൻ കതബഹ അബ്ദുറഹ്മാനു ഷർഖാവി, അബ്ദുറഹ്മാനു ഷർഖാവി എഴുതിയ ഒരു നോവൽ പറയുക. ആൻസർ: അൽ അർദ്.